ഓം ദിവ്യസ്വരൂപരെ പ്രണാമം പ്രണാമം. ഇന്ന് നമ്മുടെ സത്സംഗ വിഷയം ദർശനമാലയാകട്ടെ. ഭഗവാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും തനിമയുള്ള സത്യദർശനമാണ് ദർശനമാല. അതിലെ ദശമ അധ്യായം നിർവാണ ദർശനത്തെക്കുറിച്ച് ഭഗവാന്മാർ അല്പം ശ്രദ്ധിച്ചാലും അദ്വൈത വേദാന്തത്തിൻ്റെ സാമ്പ്രദായിക ശൈലിയിൽ വെളിപ്പെടുത്തിയതാണ് ദർശനമാല. അദ്വയമായ പരമ്പൊരുളിനെ 10 വ്യത്യസ്ത വീക്ഷണ കോണുകളിൽ നിന്നുകൊണ്ട് കാണുമ്പോൾ ലഭിക്കുന്ന 10 ദർശനങ്ങളാണ് ഇതിലുള്ളത്. 100 ശ്ലോകങ്ങൾ. സത്യം ഒന്ന് മാത്രം. ആ സത്യദർശന മുഖങ്ങൾ 10 എന്ന് കരുതുക. അധ്യാരോപം, അപവാദം, അസത്യം, മായ, ഭാനം, കർമ്മം, ജ്ഞാനം, ഭക്തി, യോഗം, നിർവാണം. ഇവയാണ് വീക്ഷണകോണുകൾ. ഏകസത്യത്തിൻ്റെ നിലവ് ഈ 10 ദർശനങ്ങളിലും കാണുകയും ചെയ്യുന്നുണ്ട്. ലോകത്ത് മറ്റൊരു ആത്മീയ ദാർശനികനും ഇതുവരെ കൈവരിച്ചിട്ടില്ലാത്ത ഒരു രചനാശൈലിയാണ് ഗുരുദേവൻ ഇവിടെ സ്വീകരിച്ചത്. ഇതിൻ്റെ ഭാഷ്യകാരന്മാരിൽ ആദ്യത്തെ ആൾ ഗുരുവിൻ്റെ ശിഷ്യോത്തമന്മാരിൽ ഒരാളായ ശ്രീ വിദ്യാനന്ദ സരസ്വതിയാണ്. ദീധിതി എന്ന പേരിൽ ഭാഷ്യം അദ്ദേഹം ചമച്ചിരിക്കുന്നു. തുടർന്ന് മുനി നാരായണ പ്രസാദം സ്വാമിയും മഹാജ്ഞാനിയും ബഹുഭാഷാ പണ്ഡിതനും വരേണ്യയോഗിയും ആയ ഡോക്ടർ നടരാജഗുരുവും മറ്റും ദർശനമാലയ്ക്ക് പ്രൗഢഗംഭീരമായ ഭാഷ്യങ്ങൾ ചമച്ചിട്ടുണ്ട്. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ സാധു ലോക ജനങ്ങളാൽ ആരാധിക്കപ്പെട്ടു വരുന്നു. ഗുരുദേവൻ സാധു ലോകവരേണ്യനാണ്. എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്ന ഉത്തമമായ ഭക്തി സ്വരൂപമാണ്. പരമ്പൊരുളിനെ സാക്ഷാത്കരിച്ച പരമഹംസനാണ്. വിശ്വമാനവ ദർശനം ലോകത്തിന് കാഴ്ചവെച്ച ഋഷിവര്യനാണ്. അദ്ദേഹത്തിൻ്റെ അമേയ പ്രഭാവത്താൽ അത്തരം പ്രഭാവ പ്രതിഭാ സുമേരുവിൽ നിന്നുണ്ടായ അമൂല്യ ഗ്രന്ഥരത്നമാണ് ദർശനമാല. ഇതിൽ നിഗൂഢ തത്വരത്നങ്ങൾ അടങ്ങിയിരിക്കുന്നു.
ആത്മഭാവങ്ങളെ ദർശനമാലയിലെ രണ്ടാമത്തെ പകുതിയിൽ 5 ദർശനങ്ങളുണ്ട്. അതിൽ വ്യക്തിയായ മനുഷ്യൻ സമഷ്ടിയുമായുള്ള ഏകാത്മകത കണ്ടെത്തുന്നു. 5 മുഖങ്ങളായ ജ്ഞാനം, ഭക്തിയോഗം ഇത്യാദിയിലൂടെ കടന്ന് വ്യക്തി സ്വയം എരിഞ്ഞടങ്ങുന്നു. നിർവാണ ദർശനത്തിലെത്തുമ്പോൾ മരണത്തിൽ എല്ലാ വ്യക്തിഭാവങ്ങളും കെട്ടടങ്ങുന്നു. പ്രഭവസ്ഥാനമായ പരമേശ്വരന് തന്നെ വിലയം പ്രാപിക്കുകയും ചെയ്യുന്നു. സച്ചിദാനന്ദം എന്ന് 2-ാം അധ്യായത്തിലും ശിവലിംഗത്തിലിരിക്കുന്ന ശില പോലെയുള്ള സത്യം എന്ന 3-ാം അധ്യായത്തിലും മായ എന്ന 4-ാം അധ്യായത്തിലും കേവലമായ സത്ത് എന്ന 5-ാം അധ്യായത്തിലും പരാമർശിച്ച ആ ശൈലിയിൽ തന്നെ നിർവാണം, കടലിൽ തിര അമരുന്നതിന് തുല്യമാണത്. ദാർശനിക ദൃഷ്ടിയോടുകൂടി വേണം ഇതിനെ വീക്ഷിക്കേണ്ടത്. നമ്മളാകുന്ന തിരകൾ ബ്രഹ്മമാകുന്ന കടലിൽ അമരുന്നു, നിർവാണം പ്രാപിക്കുന്നു. മോക്ഷ എന്നതിൻ്റെ പര്യായമാണത്. ബൗദ്ധ ദർശനത്തിൽ വരുന്ന നിർവാണം, പരിനിർവാണം, മഹാപരിനിർവാണം എന്നൊക്കെ ഹൈന്ദവ ദർശനത്തിലെ വിദേഹമുക്തിക്ക് സമാനമാണ്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഓരോരുത്തർക്കും സ്വയം അനുഭവിക്കാൻ കഴിയുന്ന അനുഭൂതിയാണ് നിർവാണം എന്നത്. ഇതിന് ഉപനിഷത്തുകളിൽ മോക്ഷം, അമൃതത്വപ്രാപ്തി, ശ്രേയസ്, ഭൂമാവ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്നു. നിർവൃത്തി, നിർവൃത്തി, നിവൃത്തി, പരമഗതി, പരമപദം, കൈവല്യം, മുക്തി, അപവർഗം, ശ്രേയസ്, ബ്രഹ്മഭൂയം, ബ്രഹ്മത്വം, ബ്രഹ്മസായുജ്യം, ബ്രഹ്മസ്പർശം, ബ്രഹ്മനിർവാണം എന്നിങ്ങനെയൊക്കെ ഭാരതീയ ദാർശനിക ഗ്രന്ഥങ്ങളിൽ നിർവാണത്തിൻ്റെ അതേ അർത്ഥത്തിൽ പദങ്ങൾ പ്രയോഗിച്ചിരിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇതിനെ ജീവൻ മുക്തി എന്ന് ശ്രീ ശങ്കരാചാര്യ ദർശനത്തിൽ കാണുന്നു. മരണത്തെ പറ്റിയുള്ള പരാമർശം ഇതിലെങ്ങും തന്നെ കാണുന്നില്ല. വ്യക്തി സ്വയം ഇല്ലാതാകുന്നു. തത്വത്തിൽ അത് മരണമാണ്. നിർവാണം, മരണം രണ്ടിനെയും രണ്ടായിട്ട് കാണാൻ പാടില്ല. 2 ശൈലിയാണത്. ജീവിതാവസാനം മനസ്സിലാക്കാൻ കുറച്ച് വിഷമം തോന്നും, എങ്കിലും ശ്രദ്ധിച്ചാലും സകല ജീവജാലങ്ങളുടെയും മരണം
ഒരു തരം എരിഞ്ഞടങ്ങലാണ്. അതിൻ്റെ രഹസ്യം അറിഞ്ഞ അപൂർവം ചിലർ മാത്രമേ അതിനെ നിർവ്വാണമായി എണ്ണുന്നുള്ളൂ. ഈ നിർവ്വാണ രഹസ്യം അറിയുന്നവർക്ക് മരണം വരെ കാത്തിരിക്കുകയും വേണ്ട. ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും അവർക്ക് നിർവ്വാണാനുഭവമായിരിക്കും ഉണ്ടാകുക. ആത്മഭാവങ്ങളെ തുടർന്നും ഓരോ ശ്ലോകത്തിൻ്റെയും സാരം അടുത്ത സത്സംഗങ്ങളിൽ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. സ്വസ്തി, ശുഭം ഭൂയാത്.